ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും, ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇന്ന് ഡാൻസ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ കോവിഡിന് മുമ്പാണെങ്കിൽ പുൽക്കൂടൊക്കെ ഒരുക്കി ക്രിസ്മസും ഓണവും എല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ടായിരുന്നു. പിന്നെ കോവിഡിന് ശേഷം നമ്മൾ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് വീണ്ടും നമ്മൾ ക്രിസ്മസിന് ഒരു പുൽക്കൂടൊക്കെ ഒരുക്കിയാലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ക്രിസ്മസ് ട്രീ ആട്ടോ അന്വേഷിച്ചത്. സ്റ്റാർ നോക്കിയപ്പോൾ സ്റ്റാർ ചീത്തയായി, അതുപോലെ ക്രിസ്മസ് ട്രീ നോക്കിയപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോകുമായിരുന്നു. അത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇനി എടുക്കാതെ 2 വർഷം ഇരുന്നത് കൊണ്ടാണോ എന്നുള്ളതും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പുതിയ ക്രിസ്മസ് ട്രീ വാങ്ങി. എന്നിട്ട് പുൽക്കൂട് നോക്കിയപ്പോഴേ പുൽക്കൂട് നമ്മളിങ്ങനെ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പായിരുന്നു. ഒരു അത്യാവശ്യം വലിയൊരു കൂടായിരുന്നു കേട്ടോ. ആ സ്ക്രൂ നോക്കിയപ്പോൾ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതും അന്വേഷിച്ചു പോയി. വേറെ പുൽക്കൂട് വാങ്ങാലോ എന്ന് പറഞ്ഞിട്ട് പോയി. ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ സൈസ് ആണെങ്കിലും ഇവിടെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള അത്രയും വലിപ്പമുള്ള കൂടുമല്ല, അതുപോലെ അത്രയും ഒരു ഭംഗിയുള്ളതായിട്ടും തോന്നിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ശരി, നമ്മുടെ കയ്യിലിരിക്കുന്നത് തന്നെ നമുക്ക് ഒരു സ്ക്രൂ മാത്രം മേടിച്ചിട്ട് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രീതി ആലോചിക്കാം, നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ ആലോചിച്ചു. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് റീസെന്റ് ആയിട്ട് യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ കണ്ടായിരുന്നു, ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുൽക്കൂട് അന്വേഷിച്ചു പോയപ്പോഴത്തേക്കും ഈ ഒരു സംഭവം കിട്ടി. അതാണ് ആ വീഡിയോയിലും ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ് ഇതും ഈ ബക്കറ്റിന്റെ അടപ്പും പിന്നെ ഒരു 3 കമ്പും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതായിട്ട് കണ്ടത്. അപ്പൊ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പുതിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങിയെങ്കിലും ഈ ഒരു വീഡിയോയും കണ്ട് നമ്മൾ കടയിൽ പോയപ്പോൾ ഈ ഒരു സാധനവും കിട്ടി. എങ്കിൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിലുള്ള നമ്മളുടെ ആ പുൽക്കൂടും പിന്നെ നമ്മളുടെ ബിംബങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഒരു പുൽക്കൂടും സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആ ക്രിസ്മസ് ട്രീ നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ ഇനിയിപ്പോ ഒരു 8-9 ദിവസമേ ഉള്ളൂ ക്രിസ്മസിന്. അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങുന്ന ടൈമിൽ നമ്മളുടെ വീഡിയോ കണ്ടാലും നിങ്ങൾക്കും കൂടെ അത് ഹെൽപ്ഫുൾ ആയാലും. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് എടുത്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാമേ. അപ്പോൾ പുൽക്കൂട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുന്നതിന് മുൻപ് പുൽക്കൂട് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബിംബങ്ങൾ ആരുടെയൊക്കെ ബിംബങ്ങളാണോ ഉള്ളതെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇത് നമ്മൾ ബോക്സിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇതിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് അടുക്കിയതാണ്. ഇതിപ്പോൾ ഓർഡറിലൊന്നും അല്ല അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും എങ്കിലും ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവരെയും. നമ്മുടെ ഹീറോ ഉണ്ണിയേശു, അതുപോലെ ജോസഫ്, മേരി, ആട്ടിടയന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, മാലാഖ, പശുവുണ്ട്, ഒട്ടകമുണ്ട്, ചെമ്മരിയാടുണ്ട്, അതുപോലെ ആട്ടുംകുട്ടികളുണ്ട്. അപ്പോൾ ഇത്രയും ബിംബങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതിന് ഇങ്ങനെ കൃത്യമായിട്ട് എന്തെങ്കിലും നിയമം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് പുൽക്കൂട് ഒരുക്കിയിട്ട് ഞങ്ങൾക്ക് അറിയുന്നത് പോലെ നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്ന രീതിക്കായിരിക്കും കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അതല്ലാതെ അതിന് എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ കൂടിക്കോ, നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാമേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ ഒരു പുൽക്കൂടിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന്റെ സ്ക്രൂ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ തിരിച്ച് സ്ക്രൂ വാങ്ങിയാലോന്നൊക്കെ പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കും അതിന്റെ സൈസ് ഇതിൽ തന്നെ 2 സൈസിലുള്ള സ്ക്രൂ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഈ സൈസും കാര്യങ്ങളും ഒന്നും എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാത്തതുകൊണ്ട് പിന്നെ ഇത് എടുത്ത് കടയിൽ പോകുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് നമ്മൾ ഈ നൂൽക്കമ്പി ഉണ്ടല്ലോ, നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഈ നൂൽക്കമ്പി അതിങ്ങനെ കുറച്ച് മേടിച്ചിട്ട് ഇത് ഒരെണ്ണത്തിന് 2 രൂപയാണ്. ആ ഒരു കണക്കിൽ ഞങ്ങൾക്ക് എത്ര വേണ്ടി വരുമെന്ന് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇത് വിലക്കുമോ കാര്യം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പൊ അതുകൊണ്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ കുറച്ചധികം മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ശരിക്കും 4 പീസായിട്ടാണ് വരുന്നത്. ഇത്രയും ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിനൊരു മേൽക്കൂരയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് ഒരു പീസ് ബാക്ക് സൈഡിൽ 1, പിന്നെ ഈ സൈഡിൽ 2. ഇതിന്റെ മുകളിൽ കാർഡ്ബോർഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന് ക്ലോസ് ആയിട്ടുള്ള ഒരു ഷോട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമേ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതാണ് ഞാൻ പറഞ്ഞ നൂൽക്കമ്പി. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഇനി ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ 4 പീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഫ്രണ്ടിലത്തെ പീസ്. ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ വരും. ബാക്ക് സൈഡിൽ കണ്ടല്ലോ നിങ്ങൾ, അവിടെ ഇതാ ഇങ്ങനെ വരും. സൈഡിൽ ഇതാ ഇതുപോലൊരു കാർഡ്ബോർഡ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരും. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ സ്ക്രൂ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ക്രൂ നമുക്ക് ഇപ്പോൾ കിട്ടാത്തത് കാരണം ഈ നൂൽക്കമ്പി ഉപയോഗിച്ച് ഇങ്ങനെ, ഇത് കുറേ പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഇല്ല എടുക്കാണ്ടിരുന്നിട്ടേ, അതെല്ലാം അടിച്ചു. പിന്നെ വെറ്റ് ടിഷ്യൂ വെച്ചൊക്കെ തുടച്ചെടുത്തു, എങ്കിലും ഉണ്ട് ചെറുതായിട്ട് പൊടി. ഇതുപോലെ നൂൽക്കമ്പി ഇട്ട് ശരിക്കും ഇടയ്ക്കത്തെ ഭാഗത്ത് അങ്ങനെ സ്ക്രൂവിൻ്റെ പോർഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ അത് ഒരു ബലം വേണമല്ലോ എന്ന് കരുതിയിട്ട് നടുക്കും കൂടെ അങ്ങ് നൂൽക്കമ്പി വെച്ച് കെട്ടി. പക്ഷേ ഇത് കെട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പുൽക്കൂടിൻ്റെ താഴത്തെ ഭാഗം. ഇനി മുകളിൽ ഒരു മേൽക്കൂര പോലെ വരും, അത് ഞാൻ കാണിച്ചു തരാമേ.
ഇതാണ് നമ്മളുടെ മേൽക്കൂര. ഇതിപ്പോൾ ഞാൻ ആദ്യം എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ 2 സൈഡിലോട്ട് നമുക്ക് വെക്കാം. ഇത് നേരത്തെ ഇരുന്നതായതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് ഫുൾ ഇങ്ങനെ ഇളകി പോയായിരുന്നു. അപ്പോൾ അത് നമ്മളത് ഫുൾ ഇളക്കിയിട്ട് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ വൈക്കോല് വെച്ചതാണ്. അപ്പോൾ കുറച്ചേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിലുള്ളത് നമുക്ക് അല്ലാണ്ട് ഫില്ല് ചെയ്യാം. ഇവിടെ വൈക്കോലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാമേ. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എന്താണ് സംഭവം എന്നുള്ളത് ഇങ്ങനെ കാണുന്നതിന് കാര്യം മനസ്സിലാവും. ഇത് കണ്ടോ, ഇതാണ് സെന്റർ പോർഷൻ. അപ്പോൾ ഇതിങ്ങനെ മടക്കി നമുക്ക് വെക്കാൻ പറ്റും. അതിപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് 2 സൈഡിലോട്ട് നമുക്ക് വെക്കാം. പിന്നെ ഇതിൻ്റെ ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കൂടെ ഇതുപോലെ നമുക്ക് 2 സൈഡിലായിട്ട് വൈക്കോൽ ഇതാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ അത്രയും കറക്റ്റായിട്ടല്ലല്ലോ, ഇതാകുമ്പോൾ ഒരു ഇത്തിരി ഒറിജിനാലിറ്റി തോന്നും. അപ്പോൾ അങ്ങനെ. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടത് കൂടാതെ ഇപ്പോൾ ഒരു ചെറിയ സംഭവം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഗ്രീൻ മാറ്റ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ആ ചുമന്ന കളർ കാണുന്നത് നമ്മൾ ഡാൻസ് സ്കൂളിലാകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അൾട്ടയിടും. അപ്പോൾ അൾട്ടയുമായിട്ട് ഇത്തിരി അതിനകത്ത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പുൽക്കൂട്. ഇനി ഇതിനകത്ത് നമുക്ക് ബാക്കി ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഒരിത്തിരി അലങ്കാരമൊക്കെ ചെയ്ത് അടിപൊളിയാക്കണം. അപ്പോൾ ശരി, നമുക്ക് നോക്കാം. പുൽക്കൂടിനകത്ത് ബിമ്മൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമേ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എനിക്ക് അതിൻ്റെ ഓർഡറും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഞാൻ വെക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ക്രിസ്മസിന് മുമ്പ് എന്തായാലും നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുമല്ലോ. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ജോസഫിനെയും മേരിയെയും വെക്കാം. ഇത് വെക്കുന്ന സൈഡ് ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതായത് 2 പേര്. അത് ഞാനിപ്പം എനിക്കറിയുന്ന പോലെ ഞാനങ്ങ് വെക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഉണ്ണിയേശുവിനെ വയ്ക്കാം. അടുത്തത് നമുക്ക് രാജാക്കന്മാരെ വയ്ക്കാവേ. ഇത് രാജാക്കന്മാരല്ലേ, 3 പേരുണ്ട്. ഇത് നമുക്ക് 2 സൈഡിലായിട്ടാണ്. ഇതിങ്ങനെ ഇരിക്കുന്ന പോലത്തെ ഒരു പോസ്റ്ററല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സൈഡിൽ വെക്കാം. ഇപ്പുറത്ത് 2 പേരെ വെക്കാം. അത് ഈ മാറ്റിൻ്റെ പുറത്തായതുകൊണ്ട് പെട്ടെന്ന് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ആട്ടിടയന്മാർ എത്ര പേരാ? 4 പേരുണ്ട് കേട്ടോ. 2 പേര് കണ്ടേ. ഈ 2 പേര് നമുക്ക് ഈ സൈഡിലൊക്കെ ആയിട്ട് വെക്കാം. ഒരു രാജാവ് താഴെ വരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, ഈ മാറ്റിൽ വെക്കുമ്പോഴത്തേക്ക് ഒരിടത്ത് ഉറപ്പിച്ച് വെക്കാൻ പറ്റുന്നില്ല. ഇതുണ്ട്. ഈ രാജാക്കന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് കളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഞാനത് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. 2 രാജാക്കന്മാരും അവിടെ അടങ്ങിയിരിക്കുന്നില്ല, വീണോണ്ടിരിക്കുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചാരി വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് തന്നെ ഒത്തിരി വലിയ പ്രശ്നമില്ലാതിരിക്കും. ഇനി മാലാഖി നമുക്ക് ലാസ്റ്റ് വയ്ക്കാം. അതൊരിത്തിരി ജോലിയുണ്ട്. നമുക്ക് പശുവിനെയും ഒട്ടകത്തിനെയും കാളയൊക്കെ വയ്ക്കാം. രാജാക്കന്മാർ തന്നെ ഒട്ടകം. അപ്പോൾ നമുക്കത് ഇവിടെ സെറ്റ് ചെയ്യാം. ഈ സൈഡിലായിട്ട് വയ്ക്കാം. ഞാനെല്ലാം വെച്ചതിന് ശേഷം ക്ലോസ് ഷോട്ട് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 2 കാണിച്ചു തരാം. അത് അവരെ ഇവിടെ ആയാലും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം മതിയല്ലോ, അപ്പോൾ പ്രശ്നമില്ല. ഇത്തിരി അളവിന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരാളല്ലേ ഇതിൻ്റെ ഇടയ്ക്കുള്ള വയ്ക്കാം. ഉണ്ണിയേശുവിനെ ഞാനിപ്പോൾ ഒന്ന് വെക്കുക കേട്ടോ. ഉണ്ണിയേശു ഇതാണ് നമ്മുടെ ഉണ്ണിയേശു. നടുക്കായിട്ട് വെച്ചിട്ടുണ്ടേ. പിന്നെയുള്ളത് മാലാഖയാണ്. മാലാഖയുടെ ഇങ്ങനെ ബാക്ക് സൈഡിലേ ഒരു ചെറിയൊരു കമ്പിയുടെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിവിടെ കെട്ടി വെച്ച നൂൽക്കമ്പിയില്ലേ, ആ നൂൽക്കമ്പി യൂസ് ചെയ്ത് ഇങ്ങനെ ബാക്കിലൊരു ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു മേൽക്കൂര വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ തടിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കെട്ടിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെ വരുമെന്ന്. കാര്യം ഇതൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ അത് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എടുത്ത് കെട്ടി വെച്ചതിന് ശേഷം എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മാലാഖയെ നമ്മളിത് ഈ നടുക്കായിട്ട് കെട്ടിയ കാര്യം ഫസ്റ്റ് നമ്മൾ ഇവിടെ വെക്കണോ ബാക്കിൽ വെക്കണോ എന്നൊരു സംശയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നടുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കാണിച്ചില്ലേ, ഇത് 2 പാർട്ടായിട്ട് ഇങ്ങനെ നമ്മൾ ഇത് വരുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ ഈ നൂൽക്കമ്പി ഇട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാലാഖത ഇതുപോലെ കിടക്കും. അപ്പോൾ കാണുമ്പോഴും സെൻറ്ററിലാവുമ്പോഴത്തേക്കും ഒരു ഭംഗിയുണ്ട്. പിന്നെ നമ്മളിവിടെ ജസ്റ്റ് വേണ്ട ഒരു സ്റ്റാർ. ഇത് ശരിക്കും വയർ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് ഇനി ഇത്തിരി വയർ കണക്ട് ചെയ്താലേ അത് ലൈറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റാറും കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പുൽക്കൂട്. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് അലങ്കാരപ്പണിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. പച്ചിലൊക്കെ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൾറെഡി ഇവിടെ ഒരെണ്ണം നമ്മൾ വാങ്ങി ഡെക്കറേറ്റ് ചെയ്തതുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം.
അതല്ലാണ്ട് നമ്മൾ യൂട്യൂബിൽ കണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു സംഭവം, നമ്മുടെ ഈ ഒരു പച്ച ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വേഗം നോക്കാം. എന്നിട്ട് ഇത് നോക്കി ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ലൈവായിട്ട് വീഡിയോ എടുത്താണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇത് എന്തായാലും സക്സസ് ആവുകയാണെങ്കിൽ ധൈര്യത്തോടെ പറയാമല്ലോ, നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ആ വീഡിയോ കണ്ടത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. തുടങ്ങാം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാമേ. ഞാൻ ഈ വടിയും തടിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ കണ്ട വീഡിയോയിൽ അത് ശരിക്കും ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ബക്കറ്റിന്റെ അടപ്പാണ്. അത്യാവശ്യം നമ്മുടെ വലിയ ബക്കറ്റിന്റെ അടപ്പ്. ഇതല്ലാതെ ഇപ്പം സ്ക്വയർ ഷേപ്പിലോ റൗണ്ടിൽ ഇപ്പം നമ്മുടെ ഹോസ് വരത്തില്ലേ, അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർത്ത് ഇത് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടണം താഴെ, അത്രേ ഉള്ളൂ. റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഇതിപ്പോ 3 കമ്പുണ്ട്. ഇതങ്ങനെ കടയിൽ നിന്ന് മേടിച്ചൊന്നുമല്ല, വീട്ടിലുണ്ടായിരുന്നത് തന്നെയല്ലോ. നേരത്തെ പണിയുടെ എന്തോ ബാലൻസ് ഇങ്ങനെ വീട്ടിലുണ്ടായിരുന്ന കമ്പ് തന്നെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിക്ക് 3 എണ്ണം. അതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ വേണ്ട ഡബിൾ സൈഡ് ടേപ്പാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഗ്ലൂഗണ്ണിലൊക്കെ ചിലപ്പോൾ ഒട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഫ്ലോ ആയി പോകില്ല. അതുകൊണ്ട് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് താഴെ നമ്മൾ ഈ കമ്പ് ബക്കറ്റുമായിട്ട് ചേർത്ത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യും. അതുപോലെ മുകളിൽ ഇത് വെച്ചിട്ട് തന്നെ ഒട്ടുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മളുടെ ഈ നൂൽക്കമ്പി ഉണ്ടല്ലോ, നമ്മൾ പുൽക്കൂട് ശരിയാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ബാലൻസ് ഉണ്ടല്ലോ, നമ്മൾ വാങ്ങിയത് കുറേ വാങ്ങിച്ചിട്ടുണ്ട്, എത്ര വേണമെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അപ്പൊ ഏതാണോ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഏതാണോ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് അങ്ങനെ നോക്കാം. ഞങ്ങളും ഇപ്പൊ ഫസ്റ്റ് ടൈം ചെയ്യുക, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല, ചെയ്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ. പിന്നെ അത് ചുറ്റി നമ്മുടെ ക്രിസ്മസ് ട്രീ ആവണ്ടേ, അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു സംഭവം കേട്ടോ. ഇത് ഒരെണ്ണം 36 രൂപയെങ്ങാണ്ടായിരുന്നു, 36 ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഇതിപ്പോ കുറച്ചധികം മേടിച്ചിട്ടുണ്ട്. ആദ്യം വാങ്ങിയത് തികയത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോ രണ്ടാമത് വീണ്ടും പോയി വാങ്ങി. അപ്പൊ ഈ ഒരെണ്ണത്തിന് 36 രൂപയായിരുന്നു. പിന്നെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ അങ്ങനെ വാങ്ങി. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആ ഒരു വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ക്രിസ്മസ് ട്രീക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പൊ അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ 3 പേര് ചേർന്നാണ് ഇനിയിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒരാൾ ബിഹൈൻഡ് ദി ക്യാമറ ആണ്. അത് ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഈ ബക്കറ്റിന്റെ അടപ്പെന്ന് പറഞ്ഞില്ലേ, ബക്കറ്റിന്റെ അടപ്പ് കമഴ്ത്തിയല്ല മലർത്തിയാണ് വെക്കുന്നത്. അതിങ്ങനെ നമ്മൾ ഈ ഒരു ടേബിളിന്റെ പുറത്തോട്ട് കാര്യം കുനിയാൻ വയ്യ, അതുകൊണ്ട് ഞങ്ങൾ ഇത് ഇവിടെ വെച്ചിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ 3 കമ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതിപ്പോ നമ്മൾ വെക്കുക. ഇതിപ്പോ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സാധനം ആയതുകൊണ്ട് ഇതിപ്പോ ഒരേ ലെങ്ത് ഏകദേശം. ഇനി അഥവാ നിങ്ങൾക്ക് പല ലെങ്തിലാണ് കിട്ടുന്നതെങ്കിലും നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ബേസ് കറക്റ്റ് ആയിരിക്കണം. മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കാമേ. ഒരു കത്രികയും കൂടെ ഞങ്ങൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ അത് നമുക്ക് കൈ വെച്ച് മുറിക്കാവുന്നതേ ഉള്ളൂ, എങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണമല്ലോ. ഒട്ടിക്കാണ്. അത് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം ഒട്ടിക്കാം. ഇനി അടുത്തത് അതൊന്ന് ക്ലോസ് കാണിക്കണേ. ഇത്രയും കട്ടി വരും, ഇത് കണ്ടോ, ഇത്രയും കട്ടി വരും. അത് നമുക്ക് വേണ്ടുന്ന ലെങ്തിൽ മുറിച്ചെടുക്കാം. ഞങ്ങൾക്കിപ്പോൾ ഇത്രയാ വേണ്ടത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ലെയർ വരും. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് സ്റ്റിക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത സൈഡിലായിട്ട് ഒട്ടിക്കുക കേട്ടോ. കുറച്ച് മുകളിലായിട്ട് ഒട്ടിച്ചാൽ മതി. ഒരാൾ ഒന്ന് പിടിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒട്ടും. താഴെ ഒരിച്ചിരി ഒട്ടാനുണ്ട് അവിടെ. ഇനി 3ാമത്തത് അത് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഒട്ടിക്കാം. അത് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കൊടുക്കാം. അത് ഞാൻ പിടിച്ചോ. ഇപ്പൊ 3ാമത്തെ സൈഡിൽ നമ്മൾ ഒട്ടിക്കുവാണ്. ഇതും ഇങ്ങനെ ഒട്ടിച്ചു. ഓക്കെ, ഇതിപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പ്രശ്നം പറ്റി. നിങ്ങൾ തന്നെ നേരത്തെ ഈ കമ്പ് ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് 2 തവണ നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചത് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ കട്ട് ചെയ്തിട്ട് ഞങ്ങളത് സെറ്റ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് ഷോർട്സിനകത്ത് കണ്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് ശരിക്കും ആദ്യം വർക്ക് ആയില്ല. കാരണം ഒന്ന് ക്ലോസ് വരണേ. ആദ്യം ഇങ്ങനെ നേരെ വെച്ചിട്ടാട്ടോ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചത്. അപ്പോൾ ഈ ബക്കറ്റിന്റെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ അടപ്പിനകത്ത് ഇത്രയും സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ബാലൻസ് കടന്നപ്പോഴത്തേക്കും അത് വർക്കായില്ല, അത് ഇളകി വന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ തിരിച്ച് ഒട്ടിച്ച് ഇത്രയും പോർഷൻ, കാര്യം നമുക്ക് അല്ലെങ്കിൽ മുകളിലത്തെ പോയിന്റ് കറക്റ്റ് ആകത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബാലൻസ് വന്നത്. എന്നിട്ട് ഞങ്ങൾ സെല്ലോ ടേപ്പും കൂടെ വെച്ച് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഉറപ്പിച്ച്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നിയൊരു കാര്യമേ, അതിനകത്ത് 3 എണ്ണമാണ് ഞങ്ങൾ വീഡിയോയിൽ കണ്ടതെങ്കിലും ശരിക്കും ഒരു 4 എണ്ണം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആയിട്ടിരിക്കും. 4 കമ്പ് വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇതിപ്പോൾ പ്രശ്നമില്ല, ഞങ്ങൾ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റി നോക്കിയായിരുന്നു, അത് ഓക്കെ ആണ്. എന്നിട്ട് മുകളിൽ വേണ്ട പുൽക്കൂട്ടിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തില്ലേ നമ്മുടെ സാധാ നൂൽക്കമ്പി, ആ നൂൽക്കമ്പി ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണം വെച്ച് ഇതുപോലെ ഇതിപ്പോൾ നല്ല ബലത്തിലിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അതും സെറ്റ് ചെയ്തു. അപ്പോൾ ഫൈനലി ഇത് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇനി മറ്റേ സംഭവം ചുറ്റി അതിനകത്ത് ഡെക്കറേഷൻ മാത്രം ചെയ്താൽ മതി. ഇതൊക്കെ ഓക്കെ ആണേ. വേണ്ട, ഇത് വീഴത്തില്ല. ഇപ്പോൾ ഫുൾ സെലോ ടേപ്പും ഡബിൾ സൈഡ് ടേപ്പും എല്ലാം വെച്ച് സെക്യൂർ ആക്കി വെച്ചിരിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഈ പച്ച സംഭവം ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് ഞങ്ങൾ എണ്ണിയിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കാം എത്ര എണ്ണം വരും. ഇതിപ്പോൾ ചെയ്ത് വരുമ്പോൾ എത്ര എണ്ണം വരുമോ എന്നുള്ളത് നമുക്ക് എണ്ണാം. ഇപ്പോൾ നമ്മുടെ ഇതിന് കുറച്ചധികം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യുന്നത്. താഴെ മുകളിലോട്ടാണോ മുകളിൽ നിന്ന് താഴോട്ടാണോ? നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ചുറ്റാം. ഈ സ്റ്റാർട്ടിങ് പോയിന്റിലെ നമുക്കൊന്ന് ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്യണം. കാര്യം അല്ലെങ്കിൽ ചിലപ്പം അത് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലല്ലേ. അപ്പോൾ അത് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് തന്നെ അത് യൂസ് ചെയ്യാമേ. ഇതും ജസ്റ്റ് ഒരു സൈസിലെ കമ്പിയാണേ, കണ്ടോ? കമ്പിയിൽ ഇതാ. ഇന്നലെ ഞങ്ങൾ കുറേ കടയിൽ ചെന്ന് ചോദിച്ചപ്പോഴേക്കും ഈ സംഭവം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എല്ലാവരും നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് കണ്ടിട്ട് എല്ലാവരും വന്ന് വാങ്ങി. സാധനം അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് പോയി ഞങ്ങൾ വീണ്ടും വാങ്ങിയത്. ഇന്ന് പോയപ്പോൾ കിട്ടി. ഇതിന് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ആദ്യം ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടേ. ഇനി നമ്മളിത് ഇങ്ങനെ ചുറ്റുക. നമ്മുടെ കയ്യിൽ സാധനം ഉള്ളത് കൊണ്ട് നമുക്ക് അടുപ്പിച്ചൊന്ന് ചുറ്റാം. പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. ഇന്ന് സാധനം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതിൽ പിശുക്ക് കാണിക്കേണ്ടി വന്നേനെ. കാരണം കുറവായിരുന്നു ആദ്യം വാങ്ങിയത്. പക്ഷെ അറിയത്തില്ലല്ലോ ഇത്രയും വേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. ഇത് ഇവിടെ വെച്ച് തീർന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ടേപ്പ് ഒട്ടിക്കാം. നമുക്ക് നമ്മളുടെ മറ്റേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രിസ്മസ് ട്രീ ഇതും തമ്മിൽ രണ്ടും വെച്ച് ചേർത്ത് വെച്ച് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഞാനൊന്ന് കമ്പാരിസൺ അല്ല എങ്കിലും ചെറിയൊരു തോതിൽ കമ്പാരിസൺ നമുക്ക് നടത്തി നോക്കാം. ചിലവാണെങ്കിലും ശരി, ഇത്തിരി മെനക്കെട്ടാൽ മതി. എങ്കിലും അതും അങ്ങനെ തന്നെ കേട്ടോ. കാരണം നമ്മൾ അല്ലാണ്ട് വാങ്ങിയതുണ്ടല്ലോ, അല്ലാതെ വാങ്ങിയത് ഇങ്ങനെ ഫുൾ അവരിങ്ങനെ അടിച്ച് ചടക്കി വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന് നിവർത്തിയെടുക്കുന്നത് വലിയൊരു ടാസ്ക്കായിരുന്നു. അത് പിന്നെ താഴോട്ട് മുകളിലോട്ട് സൈഡിലോട്ട് ആ ഒരെണ്ണത്തിൽ നിന്ന് ഞാനിങ്ങനെ പല പല ബ്രാഞ്ചസ് ഇല്ലേ, അപ്പോൾ അതൊക്കെ എടുക്കുന്നത് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇവിടെ പിന്നെ നല്ല ക്രിയേറ്റീവ് സൈഡ് ഇതിൽ കൂടിയ ആളാണ്. ഇവിടെ ഞങ്ങൾ എല്ലാ സെലിബ്രേഷനും ഇങ്ങനെ എന്താ പറയുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ ഐഡിയാസും ഭയങ്കര ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാം ഞങ്ങൾ ഇവിടെ തലക്കെങ്കിലും അപ്പോൾ അവളെല്ലാം നോക്കിക്കോളും. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ ഒരാളുള്ളത് കൊണ്ട് നമുക്കിത് വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നുന്നില്ല. കാര്യം അവർക്ക് അത് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വലിയ പ്രശ്നം ഇല്ല. ഇത് നമുക്ക് വേണ്ട. ഇപ്പോൾ അടുത്തത് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ. മറ്റേ ക്രിസ്മസ് ട്രീയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ക്രിസ്മസ് ട്രീ അത് ചെയ്തു. അത് പല സൈസിൽ. ഇന്നലെ ഒരു കടയിൽ പോയപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, വളരെ ചെറുത്. അതായത് നമ്മളിപ്പോൾ ഈ ചെടിച്ചട്ടിയൊക്കെ നമ്മൾ വെക്കത്തില്ലേ, അല്ലാതെ തീരെ ചെറുത്. അപ്പോൾ ആ ഒരു ചെടിച്ചട്ടിയുടെയൊക്കെ സൈസിലുള്ളത് അത് ചെറുതിന് 150 രൂപ അങ്ങനെ ഞങ്ങളുടെ സ്റ്റാർട്ടിങ്. ഞാൻ ഇവിടുത്തെ കടകളിലാണ്, എനിക്ക് ബാക്കിയുള്ളത് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ അല്ലാതെ ലുലുമോളിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടെ റേറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ ട്രിവാൻഡ്രത്ത് ചാലയിൽ പോകണമെന്ന് വിചാരിച്ചു. ഇത് ചാലയെന്നായിരുന്നു, കോവിഡിന് മുമ്പ് വാങ്ങിയതായിരുന്നു ഈ പുൽക്കൂട്. ഇതിനെക്കാട്ടി ചെറിയ സൈസ് പുൽക്കൂട് ഇന്നലെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 3-4 സ്ഥലത്ത് പോയി തിരക്കി. എല്ലാം ഒരു 1500, 750 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറുത്. അത് ഒട്ടും വേർത്തല്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു മോഡലേ അല്ല. സിമ്പിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് അത്ര ഉറപ്പമൊന്നുമില്ല, പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇനി ക്രിസ്മസ് അടുത്തത് കൊണ്ടാണോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പുൽക്കൂട് തന്നെ മതി എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തിയത്. ക്രിസ്മസ് ട്രീ ആണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ നമ്മളിപ്പോൾ രണ്ടാമത് വാങ്ങിയ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ കുറച്ച് ലാഭത്തിന് കിട്ടിയായിരുന്നു. തീരെ ലാഭം എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും അതിൻ്റെ ചെറിയ സൈസും ഈ ഒരു സൈസും കൂടെ തമ്മിൽ വളരെ കുറച്ചൊരു എമൗണ്ട് മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് നഷ്ടമല്ലായിരുന്നു ശരിക്കും. കൊള്ളാമില്ല, ഇത്ര ആയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. നമ്മൾ വീഡിയോയിൽ കണ്ടതിനെക്കാട്ടി ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കൂടെ എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല, പക്ഷെ നേരിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മളിതിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു പ്രശ്നം പറ്റി. ഞാൻ ആദ്യം നമ്മളിത് സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇത് ചുറ്റാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു നമ്മൾ കുറേ വാങ്ങി. മൊത്തം നമ്മുടെ 16 എണ്ണം ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ലേ, നല്ല ലെങ്ത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഈ 16 എണ്ണം ഏകദേശം ഇവിടത്തേക്ക് കഴിഞ്ഞു. പിന്നെ ഇത്രയും ബാലൻസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇത് അഴിച്ച് താഴെ മുകളിലോട്ട് ചുറ്റുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ. കാരണം നമ്മൾ ഈ 3 എണ്ണം വെക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് ആണല്ലോ ഏകദേശം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇവിടുത്തെ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ പൊള്ളയായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ഈ വിചാരിക്കുന്ന ഒരു റൗണ്ട് ഷേപ്പ് കിട്ടത്തില്ല. ഇവിടൊക്കെ എന്ന് വെച്ചാൽ വലിയൊരു
ഡിസ്റ്റൻസ് ആ ഒരു കമ്പുകൾ തമ്മിൽ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നം വരില്ല. പക്ഷെ താഴേക്ക് വരുമ്പോഴത്തേക്കും ആ ഡിസ്റ്റൻസ് കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത നൂൽക്കമ്പി ഇല്ലേ, ഈ നൂൽക്കമ്പി ശരിക്കും ഈ ഒരു ഇതിനകത്ത് ഈ പച്ച കളർ സാധനത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നൂൽക്കമ്പി അല്ല, അതിന്റെ സിൽവർ ആണെന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇത് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നൂൽക്കമ്പി വെച്ച് ചെയ്തു നോക്കി. പക്ഷെ എങ്കിലും അത് വർക്ക് ആവത്തില്ല. അതുകൊണ്ട് താഴെ ആദ്യം ഈ ബക്കറ്റിന്റെ പോർഷൻ നമുക്ക് അതൊരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഭംഗി തോന്നണമെങ്കിൽ ആ താഴത്തെ ഭാഗം മാത്രം ഞങ്ങൾ നല്ല റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് വന്നപ്പോഴത്തേക്കും ഇത് ആ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചത് ഞങ്ങൾ ഊരിയിട്ട് ഇതിപ്പോ അത്യാവശ്യം നല്ല ലൂസ് ആക്കിയാ ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും കാണുമ്പോഴത്തേക്കും കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന കണക്ക് തന്നെ തോന്നും. അങ്ങനെ ഒരു വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങൾ ദൂരെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പൊ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാ. അപ്പൊ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ഒന്നെങ്കിൽ താഴെ മുകളിലോട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് നല്ലൊരു രീതിക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ കമ്പ് വെക്കുന്നതിന്റെ എണ്ണം കുറച്ചും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് ഏകദേശം കിട്ടും. ഇതിപ്പോ 3 എണ്ണം ആകുമ്പോഴത്തേക്കും താഴെ നമ്മൾ ബേസ് വെച്ചത് ഇത്രയും വലിയൊരു ബക്കറ്റിന്റെ അടപ്പല്ലേ, അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് വൈഡായിട്ട് വരും താഴേക്ക് വരുമ്പോൾ. അപ്പൊ 3 കമ്പ് വരുമ്പോഴത്തേക്കും അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പക്ഷെ എനിക്ക് പോലും നല്ല ഭംഗിയുണ്ട് കേട്ടോ, നേരിട്ട് കാണാൻ ആ വീഡിയോയിൽ കണ്ടതിനെക്കാട്ടിയും നല്ല ഭംഗിയുണ്ട്. വലിയ ചെലവില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, പിന്നെ ഇത് മാത്രം വാങ്ങിയാൽ മതി. ഇതിപ്പോ ഞങ്ങൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഇളക്കിയെന്ന് പറഞ്ഞില്ലേ, ഊരുന്ന സമയത്താണെങ്കിൽ പോലും ഇതങ്ങനെ ഊരി പോകുക അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അത് നല്ല രീതിക്കാണ് നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ വർഷവും വേണമെങ്കിൽ യൂസ് ചെയ്യാം. എങ്ങനെ പോയാലും എനിക്കൊരു 3-4 തവണ യൂസ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ. അപ്പൊ ഇതാണ്. ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തും കൂടെ എടുക്കുമ്പോഴത്തേക്കും അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങൾ കുറച്ച് സാധനം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാമേ. ഇങ്ങനെ ഈ ഒരു ബോൾ, ഇത് ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, 8, 10, 12 എണ്ണം. 12 എണ്ണം. ഇത് 80 rupees ആണേ, 12 എണ്ണത്തിന്. പിന്നെ ഇത് ഈ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ ഡ്രംസ് വരുന്നത്, ബോൾസ്, പിന്നെ ഗിഫ്റ്റ് ഒക്കെ വരുന്നതായിട്ട് ഇത് കുറച്ചധികം ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 228 ആണ്. പക്ഷെ ഇത് നല്ല ലാഭമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ നല്ല ലുലുവിൽ പോയപ്പോഴത്തേക്കും നോക്കി, പിന്നെ അല്ലാതെ കുറേ കടകളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഒരു 350 above ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ലാഭത്തിൽ കിട്ടിയത് കേട്ടോ ഒരു കടയിൽ നിന്ന്. ഇതും 80 പറഞ്ഞത്. ഇത് ബെൽസ്, ഇത് എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. 128 രൂപ, 128 ആണ്. അപ്പൊ ഇത് ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ ഒരുപാട് വരും. പിന്നെ നമ്മളുടെ സ്റ്റാർ, ഇത് ഒരെണ്ണേ വാങ്ങിയുള്ളൂ. ഈ ചെറിയ സ്റ്റാർ, ഇതൊരു സിൽവർ കളർ സ്റ്റാർ ആണ്. ഇതിനകത്ത് റേറ്റ് കൊടുത്തിട്ടില്ല. ഞങ്ങളിങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിയതുകൊണ്ട്. എന്നാലും നമുക്ക് പൊതുവേ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കടയിലല്ല പല കടയിൽ കയറിയത് കൊണ്ട് റേറ്റ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്കിത് നല്ല ലാഭത്തിൽ കിട്ടി. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ എന്തെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ പോലും ഇത് നല്ല ഭംഗി. ഇത് തന്നെ ഓൾറെഡി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൽ LED ബൾബൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് വരും. പിന്നെ എന്തായാലും നമ്മൾ ചെയ്യുന്നു, ഇത്തിരി വൃത്തി ആയിക്കോട്ടെ, ഇത്തിരി അലങ്കാരം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഔട്ട്പുട്ട് വരും എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. അത്ര ഐറ്റംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു ഭംഗി തോന്നി, അങ്ങനെ ചെയ്തതാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞങ്ങളുടെ വീഡിയോയിൽ കണ്ടതിനെക്കാട്ടിയും ഞങ്ങൾക്ക് ശരിക്കും നേരിട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറച്ച് ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഷോർട്സിൽ കണ്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയാതെ ഒരു കാര്യം നമ്മൾ കണ്ടത് വെച്ച് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അബദ്ധം പറ്റി. അപ്പൊ അത് നമ്മൾ വീണ്ടും ചെയ്തപ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയി. ഇനിയിപ്പോ ഇത് രണ്ടാമതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്താൽ എങ്ങനെ കിട്ടും എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതില്ലേ, ഇപ്പൊ ഈ ഗിഫ്റ്റ് ബോക്സ് അതുപോലെ ഈ ബോൾസ് ഒക്കെ ഡയറക്റ്റ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയാലോ, മുകളിൽ ഇങ്ങനെ ത്രെഡിന്റെ പോർഷനാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ആ നൂൽക്കമ്പി അത് എല്ലാ കടയിലും കിട്ടും. നമ്മളത് വിചാരിക്കുക, അയ്യോ ഇത് ഒട്ട് ഭയങ്കര തിന്നല്ലേ, നമ്മൾ പൂ ഉണ്ടാക്കുന്ന കമ്പിയില്ലേ, അപ്പൊ അത് ഇരിക്കുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിൽ നമ്മൾ കമ്പ് വെച്ച് കെട്ടുന്നിടം തൊട്ട് എല്ലാ കാര്യങ്ങളും അത് അങ്ങനെ അവിടെ സെക്യൂർ ആയിട്ട് വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ്. അത് ഒരെണ്ണത്തിന് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 2 രൂപയേ ഉള്ളൂ. അപ്പൊ അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയതും കൂടെ. അപ്പൊ അത് ഒരുപാട് നീളമുണ്ടല്ലോ, അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ ഒരു നൂൽക്കമ്പി വെച്ചിട്ട് തന്നെ കേട്ടോ ഇതും എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാര്യം അതല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല, നൂലായതുകൊണ്ട്. പിന്നെ ഈ ബെൽസിൻ്റെത് മാത്രം അത് ഓൾറെഡി ഇങ്ങനെ ഒരു ചെറിയൊരു ടൈപ്പ് കമ്പിയാണ്. അപ്പൊ അത് മാത്രം നമ്മൾ അല്ലാണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സ്റ്റാർ. പിന്നെ മുകളിൽ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പും അല്ല സെല്ലോ ടേപ്പും കൂടെ യൂസ് ചെയ്ത് നമ്മുടെ ആ മുകളിൽ കമ്പ് വെച്ച് കെട്ടിയില്ലേ, അപ്പൊ അതിന്റെ ഒരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത്തിരി മുകളിലോട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അത് സ്റ്റാർ വെച്ചിട്ട് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഒരു ക്രിസ്മസ് ട്രീ പണ്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോയി. ഇപ്പൊ പുതിയതൊരെണ്ണം വാങ്ങി അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാമേ. അപ്പൊ നിങ്ങളത് കമന്റിൽ പറഞ്ഞാൽ മതി, ഏതാണ് ബെസ്റ്റ്, നമ്മൾ ഉണ്ടാക്കിയതാണോ അതോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണോ നല്ലതെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ വാങ്ങിയതും അത് ഒടിഞ്ഞു പോകാനാണ് ചാൻസ്. കാരണം അത് 2 പാർട്ടായിട്ടാണ് വരുന്നത്. പിന്നെ താഴത്തെ ആ ഒരു സ്റ്റാൻഡും വരും,
അത് 2 പോർഷൻ ഒരു പ്രശ്നം ഇല്ലാതിരുന്നതാ. ഇപ്പൊ ആ പഴയ സാധനത്തിന്റെ ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. പക്ഷെ അതിങ്ങനെ നമ്മൾ കമ്പ് ഒടിക്കുന്നത് പോലെ ഒടിഞ്ഞൊടിഞ്ഞ് പോവുക. 2 വർഷം എടുക്കാത്തതിന്റെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ 2 വർഷം എടുത്തില്ലെങ്കിൽ പോകുമായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. 36 രൂപ വെച്ചിട്ട് അവിടേക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എല്ലാ വീട്ടിലൊന്നും ഇത്രയും വലുപ്പത്തിൽ ചെയ്യേണ്ട ആവശ്യം കാണത്തില്ലല്ലോ. അപ്പൊ നമ്മളിത് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ പോലും ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. അല്ലാതെ 1000-1500 രൂപ കൊടുത്ത് ഈ ഒരു സൈസിൽ സാധാ ക്രിസ്മസ് ട്രീ വാങ്ങിക്കുക, പിന്നെ അതിന്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് പൈസയാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ നമ്മുടെ പുൽക്കൂടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ പുൽക്കൂട് വരുന്നതാണെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡ്, അതായത് ആ ഒരു പുൽക്കൂടിന്റെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് അന്ന് തടിയുടേത് വാങ്ങി. ഇപ്രാവശ്യം ഞാൻ പല കടകളിലും കയറി നോക്കിയപ്പം നമ്മൾ പൈസയുടെ കാര്യം വെച്ചിട്ടാണെങ്കിലും ശരി, അതിന്റെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിലും അത്രയും നല്ലൊരു സാധനം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ചെയ്യാം എന്നൊരു കൺക്ലൂഷനിലെത്തിയത്. പിന്നെ ഇപ്പൊ ഇത്തിരി കച്ചില് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഈ ഒരു പോർഷനൊക്കെ നമുക്ക് ഈ കാർഡ്ബോർഡിന്റെ പോർഷനൊക്കെ കാണുന്നത് നമുക്ക് കവർ ചെയ്യാൻ ആ ഒരു കച്ചിൽ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമുക്ക് LED ബൾബ്, അതിപ്പോ എനിക്ക് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. LED ബൾബ് ആണെങ്കിൽ പോലും അത് പല റേറ്റിൻ്റെത് കിട്ടും. ഒരുപാട് കൂടിയത് തന്നെ വേണമെന്നൊന്നുമില്ല. എല്ലാം മൾട്ടി കളർ കിട്ടും. മൾട്ടി കളർ ആയിരിക്കും കുറച്ചും കൂടെ ഇതിനകത്ത് ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ 2 കളർ LED ബൾബ് ഞാൻ അല്ലാതെ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം വീഡിയോ. അപ്പൊ അങ്ങനെ LED ബൾബൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ആ മറ്റേ ക്രിസ്മസ് ട്രീ, അതായത് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയ ക്രിസ്മസ് ട്രീ ആണല്ലോ, അത് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞ ക്രിസ്മസ് ട്രീ. ഇത് ഇവരിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ നിവർത്തി അതിനകത്ത് ഇങ്ങനെ ഓരോ ബ്രാഞ്ചസ് ഒക്കെ വന്ന്, അപ്പോൾ ഇത് അത്യാവശ്യം ഇതാണ് എൻ്റെ ഹൈറ്റ് ഉണ്ട്. തറയിൽ വെച്ചിരിക്കുക, എൻ്റെ ഹൈറ്റോളം തന്നെ ഉണ്ട്. പിന്നെ അത് നമ്മൾ കുറേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ LED ബൾബ്, ഇത് 2 സൈസ് ബൾബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മാറിയും തിരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ അല്ലാതെ വാങ്ങിയത്. ഇതിന് പക്ഷെ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഇതും അതായത് ട്രീയും പിന്നെ ഈ ഡെക്കറേഷൻ ഐറ്റംസ് LED ബൾബ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പക്ഷെ ഇന്നിപ്പോൾ ചെയ്തത് അതിൻ്റെ ഒരു പകുതി പൈസ പോലും ആയിട്ടില്ല എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ. കാര്യം ഡെക്കറേഷൻ ഐറ്റംസ് ഇതൊക്കെ തന്നെ നല്ല റേറ്റ് ആയിട്ടുണ്ട്. കാര്യം ഞാൻ ആ വാങ്ങിയ ഷോപ്പിൽ നിന്നല്ല ഇത് വാങ്ങിയത്. അപ്പോൾ അതും LED ബൾബും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിയാലും പകുതിയിൽ താഴെ പൈസ ആകുന്നുള്ളൂ നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കേട്ടോ. അങ്ങനെ നിങ്ങൾ നമ്മുടെ പുൽക്കൂട് നമ്മൾ യൂട്യൂബ് റെഫറൻസ് നോക്കി ചെയ്ത നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ ആ ഒരു ക്രിസ്മസ് ട്രീയും കണ്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് പോലെ ഇപ്പോൾ പുൽക്കൂടാണെങ്കിൽ തന്നെ അതിനകത്ത് ഈ ബിംബങ്ങളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന രീതിക്ക് ഞങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഡാൻസ് ഇല്ലാതെ എന്ത് ക്രിസ്മസ്, അതുകൊണ്ട് ഒരു യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഉടനെ തന്നെ നമ്മുടെ ക്രിസ്മസുമായിട്ട് ബേസ് ചെയ്ത് ഒരു വീഡിയോ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്ക് നമ്മൾ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. അതിനുശേഷം ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും അമർത്തുക. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് എത്താം. അതിനു മുൻപ് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ബൈ.